വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പത്തിരി ടിപ്സാണ്. അപ്പോൾ ടിപ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ടിപ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെൻ്റെ തലേന്ന് ബാക്കി വന്നിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് തലേ ദിവസം തന്നെ. ഇനി പിറ്റേ ദിവസം നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2-3 ദിവസം, ഒരു 4 ദിവസം വരെ പറ്റും ഈ ടിപ്പ് ചെയ്യാൻ. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് ചെയ്യാം. പത്തിരി ഒന്നും വെറുതെ കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ ഈ ഒരു പത്തിരിയിൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി നമ്മൾ ഏത് ദിവസമാണോ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ദിവസം പത്തിരി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമ്മൾ സാധാ രീതിയിൽ പത്തിരി ഉണ്ടാക്കാൻ വെള്ളം വെക്കുന്നത് പോലെ വെള്ളം വെക്കുക. അതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം കുറച്ചതിന് ശേഷം വേണം വെക്കാൻ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ തലേന്നത്തെ പത്തിരി വെള്ളത്തിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. വെള്ളം കളഞ്ഞിട്ടാണ് ചേർക്കെങ്കിൽ കൂടി ആ വെള്ളത്തിൽ കടന്ന് പത്തിരിയൊക്കെ കുതിർന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വെള്ളം ഒരു 1/2 ഗ്ലാസ് കുറയ്ക്കാൻ എന്നുള്ളത് പറഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ പത്തിരി സോഫ്റ്റ് ആവാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പത്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം പത്തിരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 5-8 പത്തിരിയൊക്കെ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാൻ കഴിയും. ടേസ്റ്റിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞങ്ങളിത് കൊല്ലങ്ങളോളം ഇതേപോലെയാണ് ചെയ്യാറുള്ളത്. പത്തിരി ബാക്കി വന്നാൽ കളയാറില്ല. ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പത്തിരി ഇതേപോലെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. അപ്പോൾ പൊടി എടുക്കുമ്പോഴും നമ്മൾ കുറച്ചിട്ട് വേണം എടുക്കാൻ. നമ്മളിതിൽ പത്തിരി ചേർത്തത് കൊണ്ട് തന്നെ ആദ്യം എടുക്കുന്ന അത്ര തന്നെ പൊടി വേണ്ട. എന്നിട്ട് പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പത്തിരി ഒന്നും വേസ്റ്റ് ആവില്ല. ഒരു 5-10 പത്തിരി വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും. കുറച്ച് നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 8 പത്തിരിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരിയും കൂടുതൽ ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ പത്തിരിയൊന്നും വെറുതെ കളയാറില്ല. ഇതേപോലെ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. നമ്മൾ ഈ പത്തിരിപ്പൊടി വാട്ടി കഴിഞ്ഞ് കുറച്ച് ചൂടാറാൻ വെക്കും. അപ്പോൾ ചൂടാറാൻ വെക്കുന്നതിൻ്റെ ആ സമയം നമുക്ക് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പത്തിരി പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ചൂടോട് തന്നെ കുഴച്ചാലാണ് പത്തിരിക്ക് നല്ല സോഫ്റ്റൊക്കെ കിട്ടുക. പത്തിരി നല്ല മയമുള്ള പത്തിരിയായി കിട്ടുക ഇത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. അതിന് ഇതേപോലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായി ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചൂടോടെ തന്നെ നമുക്ക് പത്തിരിപ്പൊടി കുഴച്ചെടുക്കുന്ന ആ ഒരു സോഫ്റ്റ് കിട്ടും. അപ്പോൾ ഇനി പത്തിരിയൊക്കെ കുഴയ്ക്കുമ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിപ്പൊടി കുഴയ്ക്കുന്നതിൻ്റെ അടിയിൽ ഇതേപോലൊരു ടവൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മുടെ പാത്രമൊന്നും തെന്നി നീങ്ങിയില്ല. അതേപോലെ കുഴച്ചെടുക്കാനൊരു ബലവും കിട്ടും. അപ്പോൾ ഇനി പത്തിരി ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒഴിച്ച് ഇതേപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ പത്തിരി ഒന്നും കൂടി സോഫ്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ പ്രസ്സിലൊക്കെ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് പരന്ന് കിട്ടുകയും ചെയ്യും. ഇനി പത്തിരി പരത്തുന്നതും ചുടുന്നതും പണി എളുപ്പമാവാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ഞാൻ പത്തിരി ബോളാക്കാറില്ല. ചിലർ ബോളാക്കി വെച്ചതിന് ശേഷം പിന്നെ അത് പരത്തിയെടുത്ത് പിന്നെ ചുടാറാണ് ചെയ്യാറുള്ളത്. ഞാൻ നേരെ ചെയ്യാറുള്ളത് ഇതേപോലെ ബോളാക്കിയെടുക്കും. പ്രസ്സിൽ പരത്തി നേരെ പാനിലിട്ട് ചുട്ടെടുക്കാറാണ് ചെയ്യാറുള്ളത്. 4-5 പത്തിരി മാത്രമാണ് ഇതേപോലെ പരത്തി വെക്കാറുള്ളത്. അത്
പത്തിരി മറിച്ചിടുന്ന സമയത്ത് തന്നെ പരത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ പത്തിരി പണിയൊക്കെ കുറേ കൂടി എളുപ്പമായിട്ട് തീർക്കാൻ കഴിയും. അതേപോലെ പ്രസ്സിൽ ഇതേപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് മുറിച്ച് വെക്കുകയാണെങ്കിൽ പത്തിരി നന്നായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. കുറച്ചും കൂടി നല്ല പത്തിരിയായിട്ട് കിട്ടുക ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് പരത്തിയെടുക്കുമ്പോഴാണ്. ഇനി പത്തിരി പൊള്ളി കിട്ടാനുള്ള ടിപ്സാണ്. പത്തിരി നമ്മൾ ഇട്ട പാടെ തന്നെ മറിച്ചിടണം. ഒരു 2 സെക്കൻഡ് വെച്ചതിന് ശേഷം മറിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അത് വേവാൻ വേണ്ടി വെച്ചാൽ പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ നല്ല പൊന്തിയിട്ട് വരും. ഇപ്പോൾ പത്തിരി 2 പ്രാവശ്യമാണ് മറിച്ചിടേണ്ടത്. ആദ്യം ഇട്ടപാടെ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിടുക, പിന്നെ ഒന്ന് വേവാൻ വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മറിച്ചിടുക. അപ്പം പൊള്ളി കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊന്തി ഇതേപോലെ വരും പത്തിരി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ തലേ ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ നമുക്ക് പത്തിരി രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്തിരി പരത്തി ഇതേപോലെ പൊടി ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വെച്ചാൽ മതി. ഒട്ടി പോവൊന്നുമില്ല. പൊടി ഇടുന്നവരാണെങ്കിൽ ഇടാതാണ് സാധാരണ ചുടുന്നതെങ്കിൽ പൊടി ഇടാതെ ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ഇതൊരു നല്ലൊരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് അതിന് അടപ്പ് നന്നായിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നാളെ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത പത്തിരി സാധാരണ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പത്തിരി പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ തലേ ദിവസം പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ പത്തിരിയുടെ ടേസ്റ്റിനും ഒന്നും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പിറ്റേ ദിവസം ആ പത്തിരി എടുത്ത് ചുടുന്നതാണ് ഞാനൊന്ന് കാണിക്കുന്നത്. അപ്പോൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം മുന്നേ ഒന്ന് പത്തിരി പുറത്തേക്ക് എടുത്ത് വെക്കണം. അതിൻ്റെ തണുപ്പൊക്കെ കുറച്ച് പോവുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ പത്തിരിയുടെ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ പത്തിരി ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സാധാരണയായിട്ട് പൊടി ഇട്ടിട്ട് പരത്താറില്ല. അപ്പോൾ പൊടി ഇടാതെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പത്തിരി ആണെങ്കിൽ കൂടി ഒരു മാറ്റവും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ സാധാരണ പത്തിരി പോലെ തന്നെ പൊള്ളി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം പൊടി അധികമായി പോയാലൊക്കെ ഇങ്ങനെ പത്തിരി പരത്തി വെക്കാം. അതേപോലെ തന്നെ നോമ്പിന് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പരത്തിയ പത്തിരി ഇതേപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് രാവിലെ ഇതേപോലെ ചുട്ടെടുത്താൽ നല്ല പുതിയ പത്തിരി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ടിപ്സ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.